أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഓതിയ പരിശുദ്ധ ഖുർആൻ നീ ഖബൂലാക്കണേ അല്ലാഹ്. മുത്തുനബിയുടെ മദ്ഹ് നീ ഖബൂലാക്കണേ റഹ്മാനേ. ഞങ്ങൾ ജീവിതത്തിൽ ചെയ്ത എല്ലാ സൽക്രമങ്ങളും നീ സ്വീകരിക്കണം അല്ലാഹ്. വന്നുപോയ എല്ലാ പോരായ്മകളും ഞങ്ങൾക്ക് നീ പൊറുക്കണേ റഹ്മാനേ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ ഭാര്യമാർക്ക് പൊറുക്കണേ റഹ്മാനേ. ഞങ്ങളെ മക്കൾക്ക് പൊറുക്കണേ റഹ്മാനെ. ശിഷ്യന്മാർക്ക് പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹോദര സഹോദരിമാർ, ജ്യേഷ്ഠാനുജന്മാർ, അമ്മോശനമ്മായിമാർ, അളാമ്മ, ഉണ്ട് എല്ലാവർക്കും നീ പൊറുക്കണേ അല്ലാഹ്. പടച്ച റബ്ബേ, പ്രത്യേകിച്ച് ഈ വീട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ അബൂബക്കറുടെ ഉപ്പാക്ക് നീ മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. പടച്ച റബ്ബേ, ഉമ്മാക്ക് നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. ഭാര്യ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണം അല്ലാഹ്. മരുമക്കളെ കുടുംബത്തിൽ മരണപ്പെട്ടവർക്ക് നീ റാഹത്ത് നൽകണം റഹ്മാനെ. രോഗമായി കിടക്കുന്നവർക്കൊക്കെ നീ ആഫിയത്ത് നൽകണം അല്ലാഹ്. 3 ക്യാൻസർ രോഗങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ചെറുപ്പക്കാരാണ്, അവർക്ക് നീ ശിഫ നൽകണം അല്ലാഹ്. പടച്ച റബ്ബേ, അത്തരം മാരക രോഗങ്ങൾ ഞങ്ങൾക്ക് നൽകി നീ പരീക്ഷിക്കല്ല റഹ്മാനെ. താങ്ങാൻ കഴിയാത്ത വേദനകളാണ്, സഹിക്കാൻ കഴിയാത്ത വേദനകളാണ്. അത്തരം രോഗങ്ങൾ ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. പടച്ച റബ്ബേ, അത്തരം വല്ല രോഗാണുക്കളും ഞങ്ങളുടെ ശരീരത്തിലുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങനെ എന്ത് രോഗാണുക്കളുണ്ടെങ്കിലും ഞങ്ങൾ ഈ സദസ്സിന്റെ ബർക്കത്തുകൊണ്ട് നീ അത് നശിപ്പിക്കണം അല്ലാഹ്. ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും, ഞങ്ങളുടെ അയൽവാസികളടക്കം എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. ഇവിടത്തെ ഉമ്മാക്ക് നീ ആഫിയത്ത് നൽകണം അല്ലാഹ്. ഈ സദസ്സിൽ പല രോഗികളുമുണ്ട്, ഇന്നും മരുന്ന് കഴിച്ചവരുണ്ട്. എല്ലാവർക്കും നീ ശിഫാ നൽകണം റഹ്മാനെ. നീ ആഫിയത്ത് നൽകണം അല്ലാഹ്. ഒന്ന് മരിച്ചു കിട്ടിയാൽ തരക്കേടില്ല എന്ന് ചിന്തിക്കുന്ന നിലക്ക് ഞങ്ങളെ നീ കിടത്തല്ല റഹ്മാനെ. രോഗികളാക്കല്ല അല്ലാഹ്. നീ ശയ്യാൻ അവലംബികളാക്കല്ല റഹ്മാനെ. ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണം അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങൾ ജീവിതത്തിൽ ചെയ്തു പോയ എന്തൊക്കെ പോരായ്മകളുണ്ടോ ഒക്കെ ഞങ്ങൾക്ക് നീ പൊറുക്കണം റഹ്മാനെ. മരണം ഖൈറാകുന്ന സമയത്ത് കലിമ ചൊല്ലി സന്തോഷത്തോടെ മുത്തുനബിയെ കണ്ട് സ്വർഗം കണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. പടച്ച റബ്ബേ, ഞങ്ങളുടെ ഈമാൻ സലാമത്താകാൻ നിമിത്തമായി ഈ മഹബ്ബ സദസ്സുകളെ നീ കബൂലാക്കണം റഹ്മാനെ. ഓരോ ദിവസങ്ങളിൽ നടക്കുന്ന സദസ്സുകൾ നീ സ്വീകരിക്കണം അല്ലാഹ്. അതിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും നീ സ്വീകരിക്കണം റഹ്മാനെ. നിന്റെ ഖബൂലിയത്ത് നൽകണം അല്ലാഹ്. പടച്ച റബ്ബേ, ഇത് ഞങ്ങൾ അവസാനത്തെ സദസ്സാക്കാതെ ഒരുപാട് സദസ്സുകളിൽ പങ്കെടുക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലാഹ്. ഇതിന്റെ ഒക്കെ ഫലം മരണസമയത്തൊന്ന് ആസ്വദിക്കണം. മുത്തുനബിയെ കണ്ടു മരിക്കണം, സ്വർഗം കണ്ടു മരിക്കണം. അതിന് സാധുക്കളായ ഞങ്ങൾക്ക്, ഞങ്ങളുടെ ഭാര്യമാർക്ക്, ഞങ്ങളുടെ മക്കൾക്ക്, ശിഷ്യന്മാർക്ക്, ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. പടച്ച റബ്ബേ, നേരത്തെ ഉസ്താദ് ഓർമ്മപ്പെടുത്തിയ എല്ലാ വിഷയങ്ങൾക്കും നീ സന്തോഷം നൽകണം അല്ലാഹ്. വീട് നിർമ്മാണം പൂർത്തിയാക്കാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ദേശത്തുള്ള മകന്റെ ജോലിയിൽ നീ ബറക്കത്ത് നൽകണം അല്ലാഹ്. പടച്ച റബ്ബേ, എല്ലാ മുസീബത്തിൽ നിന്നും ഞങ്ങൾക്ക് നീ സലാമത്ത് നൽകണം അല്ലാഹ്. ഗസയിൽ പ്രയാസപ്പെടുന്ന മുസ്ലിങ്ങൾ ഞങ്ങളെപ്പോലെ രക്തമുള്ളവരാണ്, മാംസമുള്ളവരാണ്, ആഗ്രഹങ്ങളുള്ളവരാണ്. ഒന്നും പൂർത്തിയാക്കാൻ കഴിയാതെ കൊല്ലപ്പെടുന്നത് ധാരാളമാണ്. അവർക്ക് നീ സലാമത്ത് നൽകണം അല്ലാഹ്. അവർക്ക് നീ സലാമത്ത് നൽകണം റഹ്മാനെ. മരണപ്പെട്ടവർക്ക് ശുഹദാക്കളുടെ പദവി നൽകണം അല്ലാഹ്. മുറിവ് പറ്റി ആശുപത്രിയിലും മറ്റും കഴിയുന്ന ഒരുപാട് പാവങ്ങളുണ്ട് റബ്ബേ. അവർക്ക് വെള്ളമില്ല, അവർക്ക് മരുന്നില്ല, ഭക്ഷണമില്ല. എല്ലാ സ്ഥലത്തും അവർ അടിയോടിക്കപ്പെടുന്നു. നീ സലാമത്ത് നൽകണം അല്ലാഹ്. നീ സലാമത്ത് നൽകണം റഹ്മാനെ. കയ്യിൽ കിട്ടിയതുമായി പലായനം ചെയ്യുന്നവരെ കാണുമ്പോൾ അതിൽ പ്രായമുള്ളവരുണ്ട്, കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്. അവർക്ക് നീ സലാമത്ത് നൽകണം അല്ലാഹ്. അവർക്ക് നീ രക്ഷ നൽകണം റഹ്മാനെ. അവർക്ക് നീ രക്ഷ നൽകണം അല്ലാഹ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. എല്ലാവർക്കും നീ സലാമത്ത് നൽകണം റഹ്മാനെ. എല്ലാ മനുഷ്യർക്കും നീ സലാമത്ത് നൽകണം അല്ലാഹ്. മനുഷ്യപ്പറ്റുള്ള
മനുഷ്യരെ നീ ഇവിടെ ബാക്കിയാക്കണം റഹ്മാനെ. മനുഷ്യ പറ്റില്ലാത്തവരെ നീ ഏത് നിലക്കാണോ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചതെങ്കിൽ ആ നിലക്ക് കൈകാര്യം ചെയ്യണം അല്ലാ. ഞങ്ങൾക്ക് ഇത് നോക്കി നിൽക്കാനുള്ള കഴിവില്ല റഹ്മാനെ, അതിനുള്ള കരുത്തില്ല അല്ലാ. നീ സലാമത്ത് നൽകണം അല്ലാ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين وبحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.